കണിക്കുന്നയും കൃഷ്ണചൂടയും ഇഴചേർന്ന് പൂത്തു നിൽക്കുന്ന കാഴ്ച നയന മനോഹരമാകുന്നു. ബന്ദിയോട് അടുക്കയിലെ റോഡരികിലാണ് ഒരേ മരത്തിലേതെന്ന് തോന്നിപ്പിക്കും വിധം മഞ്ഞ ചുവപ്പ് നിറങ്ങളിലുള്ള പൂക്കൾ വിടർന്നിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മുകളിലായി ചുവപ്പിന്റെ വശ്യത വിരിയിക്കുന്ന കൃഷ്ണചൂടയും താഴെയായി മഞ്ഞയുടെ മനോഹാരിത വിടർത്തുന്ന കണിക്കുന്നയുമാണ് ബന്ദിയോടടുക്കയിലെ പാതയോരത്ത് പരസ്പരം ആലിംഗനം ചെയ്ത് ആളുകളെ അങ്ങേയറ്റം ആകർഷിക്കുന്നത്. ഒറ്റനോട്ടത്തിലും ദൂരക്കാഴ്ചയിലും ഒരേ മരത്തിലേതെന്ന് തോന്നിക്കും പോലെയാണ് ഇടചേർന്ന് വളർന്ന രണ്ടു മരങ്ങളും പൂത്തുലഞ്ഞ് നയനാനന്ദകരവും ഹൃദയഹാരിയുമായ കാഴ്ച സമ്മാനിക്കുന്നത്. പൂക്കളുടെ ഈ നിറവും വേനൽ ചൂടിൻ്റെ കാഠിന്യം കൂടി വിളിച്ചോടുന്നു. മാത്രമല്ല, കൃഷ്ണചൂട മെയ് മാസത്തിൻ്റെയും കണിക്കൊന്ന വിഷുവിൻ്റെയും വരവറിയിക്കുന്നു. ഏകദേശം ഞാൻ 10-12 വർഷം മുമ്പ് നട്ടത്. ഇവിടെ കുറേ ആൾക്കാർ വരുന്നു ഈ പൂ പറിക്കാനും, പിന്നെ വിഷുവിനെല്ലാം എല്ലാവരും അന്യമനസ്സരെല്ലാം ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു. തൊട്ടടുത്ത് ടൈലറിംഗ് കട നടത്തുന്ന അഷ്റഫ് എന്നയാൾ 15 വർഷം മുമ്പ് തണലിനു വേണ്ടിയാണത്രേ ഈ രണ്ടു മരങ്ങളും നട്ടുനനച്ച് വളർത്തിയെടുത്തത്. ഇവയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സായന്തനത്തിലെ നീലാകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടാലും മതിവരാത്ത മനം മയക്കുന്ന കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വിഷു പൂ, അതായത് കൊന്നപ്പൂ എന്ന് പറയാം. ഒരു വൃക്ഷത്തിൽ, ഒരു മരത്തിൽ 2 തരം പൂക്കൾ, ഒരു മഞ്ഞ കളറുള്ള പൂക്കളും ചുവപ്പ് കളറുള്ള ഒരു പൂ വളരെ അപൂർവമായി കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ഈ പൂവിന് വേണ്ടി ഇവിടെ വരാറുണ്ട്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉസ്താദായ മർഹൂം മൂസ ഉസ്താദിൻ്റെ മകൻ A1 അഷ്റഫാണ് എവിടുന്നോ ഈ മരം ഇവിടെ കൊണ്ടുവന്ന് ചെറിയൊരു തൈ ഇവിടെ നിക്ഷേപിച്ചത്. ഇന്നത് വലിയൊരു മരമായി, ഒരു പന്തലായി, ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഉപകാരമായി മാറിയിരിക്കുന്നു. നിറയെ പൂവിട്ട് നിൽക്കുന്ന ഈ മരങ്ങൾ പ്രണയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമെല്ലാം ഇതളുകൾ വിടർത്തി കത്തിയെരിയുന്ന ഈ വേനലിലും കാണികളുടെ മനസ്സിനെ കുളിരണിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.